കേരള പ്രൈം ടുഡേയുടെ പ്രേക്ഷകർക്ക് നമസ്കാരം. കിഴക്കേക്കല്ലടയിലെ റോഡുകളെല്ലാം കുളങ്ങളായി എന്ന പരമ്പരയുടെ രണ്ടാം ഭാഗത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ കടക്കുന്നത്. ഇന്ന് 2 റോഡുകളാണ്, അതായത് ഒരു വാർഡിലെ 2 റോഡുകളാണ് നമ്മൾ ഇന്ന് ഈ പരമ്പരയിലൂടെ കാണിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ കാണുന്നത് നിലമേൽമുക്കിൽ നിന്നും പുതിയിടത്തേക്ക് പോകുന്ന റോഡാണ്. കിഴക്കേക്കല്ലട പഴയാർ വാർഡിലെ ഒരു റോഡാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ദുരവസ്ഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഏകദേശം 2 കിലോമീറ്ററോളം വരുന്ന റോഡാണ് ഇത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇത് മഴ പെയ്തപ്പോൾ റോഡിലെ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന കാഴ്ചയാണ്. റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയാകുന്നു. ഈ റോഡിൻ്റെ ദുരവസ്ഥയ്ക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി കല്ലടയിലെ പഞ്ചായത്തിനോ ബ്ലോക്ക് പഞ്ചായത്തിനോ ജില്ലാ പഞ്ചായത്തിനോ സാധിച്ചില്ല എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ത്രിതല പഞ്ചായത്തുകൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള റോഡുകൾ പുനർനിർമ്മിക്കാനും അത് ടാർ ചെയ്യാനും ഒക്കെയുള്ള അധികാരങ്ങൾ ഉള്ളത്. ത്രിതല പഞ്ചായത്തുകളുടെ ശക്തമായ ഇടപെടൽ ഈ റോഡിൽ ഉണ്ടായില്ല എന്ന് വേണം പറയുവാൻ. നാട്ടുകാർ വളരെ ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നത്. റോഡ് പൂർണ്ണമായും തകർന്നു എന്ന് പറയാൻ സാധിക്കില്ല. ഭാഗികമായി ഈ റോഡിൻ്റെ പല ഭാഗങ്ങളും തകർന്ന അവസ്ഥയിലാണ്. തകർന്നു കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം മഴ പെയ്തതോടുകൂടി വെള്ളക്കെട്ടുകളും രൂപപ്പെട്ടിട്ടുണ്ട്. ആ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. റോഡിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ കാൽനട പോലും ദുസ്സഹമായിരിക്കുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. കാൽനടക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരുമൊക്കെ പല പ്രാവശ്യം ഈ സ്ഥലങ്ങളിലൊക്കെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. ഈ റോഡിൻ്റെ ദുരവസ്ഥയ്ക്ക് ഒരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നമ്മൾ രണ്ടാമതായി കാണിക്കാൻ പോകുന്നത് ഈ റോഡ് ചെന്ന് കയറുന്ന മറ്റൊരു റോഡാണ്. പട്ടോട്ടുമുക്കിൽ നിന്നും ആരംഭിച്ച് വാഴപ്പള്ളി വഴി പുതിയിടത്തേക്ക് പോകുന്ന റോഡാണ്. ആ റോഡിൻ്റെയും അവസ്ഥ മറ്റൊന്നല്ല. അതും തകർന്ന അവസ്ഥയിലാണ്. അതും പൂർണ്ണമായും തകർന്നിട്ടില്ല, ഭാഗികമായി തകർന്ന അവസ്ഥയിലാണ്. ഇതുവഴിയുള്ള യാത്രയും ദുസ്സഹമായ അവസ്ഥയിലാണ്. മഴ പെയ്തതോടുകൂടി പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 1 കിലോമീറ്ററോളം വരുന്ന റോഡാണ്. ഈ റോഡ് പഴയാർ മറവൂർ വാർഡുകളെ ബന്ധിപ്പിച്ച് കടന്നു പോകുന്ന റോഡ് കൂടിയാണ്. ഈ റോഡിൻ്റെ അവസ്ഥയും ദുരവസ്ഥ തന്നെയാണ്. കിഴക്കേക്കല്ലടയിലെ റോഡുകളെല്ലാം കുളങ്ങളായി എന്ന ആദ്യ എപ്പിസോഡിൽ തന്നെ നിരവധി പ്രതികരണങ്ങൾ വരാൻ തുടങ്ങി. അതിനെ രാഷ്ട്രീയമായി എടുക്കുന്ന പലരുമുണ്ട്. ഇത് രാഷ്ട്രീയമായി എടുക്കേണ്ട കാര്യങ്ങളല്ല. കാരണം ഇത് ഗ്രാമപഞ്ചായത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്നില്ല. കൃത്യമായി ത്രിതല പഞ്ചായത്തുകൾക്ക് ചെയ്യാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്തിലെ ജനപ്രതിനിധികളെ കൊണ്ട് ചെയ്യിക്കേണ്ടതായിരുന്നു ഈ റോഡുകളുടെയൊക്കെ പുനർനിർമ്മാണം. അവിടെയാണ് ഈ പ്രദേശങ്ങളിലെ രാഷ്ട്രീയ പാർട്ടികളും അവിടുത്തെ ജനപ്രതിനിധികളും ഒക്കെ പരാജയപ്പെട്ടു എന്ന് വേണം വിലയിരുത്താൻ. ഈ റോഡിൻ്റെയും അവസ്ഥ മറ്റൊന്നല്ല, ഇതും ദുരവസ്ഥ തന്നെയാണ്. പട്ടോട്ടുമുക്ക് വാഴപ്പള്ളി പുതിയടത്ത് റോഡിലും കാൽനടയും ഇരുചക്ര വാഹനങ്ങളും നിരവധി തവണ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ പ്രദേശവാസികളും നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ കിഴക്കേക്കല്ലട മൂന്നുമുക്കിൽ നിന്നും പുത്തൂരിലേക്ക് പോകുന്ന പ്രധാന പാതയിൽ നിന്നും ആരംഭിക്കുന്ന റോഡുകളാണ് ഇന്ന് നമ്മൾ കണ്ട 2 റോഡുകളും. ഈ പ്രധാന പാതയിൽ നിന്നും ആരംഭിക്കുന്ന റോഡുകൾ ആദ്യ 200 മീറ്റർ ഏകദേശം കോൺക്രീറ്റ് ചെയ്ത് വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് നമ്മൾ ഈ കാണുന്ന ദുരവസ്ഥ നിറഞ്ഞ റോഡുകളായി മാറുന്നത്. അതിനും ഒരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആഗ്രഹം. അവർ അതിനു വേണ്ടിയുള്ള പ്രതിഷേധങ്ങൾ ആരംഭിക്കാൻ പോവുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തു തന്നെയായാലും കിഴക്കേക്കല്ലടയിലെ റോഡുകൾ കുളങ്ങളായി എന്ന നമ്മുടെ പരമ്പരയുടെ മറ്റൊരു റോഡുമായി ഉടൻ തന്നെ നമ്മൾ എത്തുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം.